ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം, TCV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഹൃദയം തൊടുന്ന സുവർണ നിമിഷങ്ങൾ. MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. വിവാദ പരാമർശത്തിൽ ഗുരുവായൂരിലെ BJP സ്ഥാനാർത്ഥി B ഗോപാലകൃഷ്ണനെതിരെ കേസെടുത്തു. കേസെടുത്തത് മാതൃകാ പെരുമാറ്റച്ചട്ടത്തിലെ വ്യവസ്ഥകൾ പ്രകാരം. വിവാദ വീഡിയോ സാമൂഹിക മാധ്യമങ്ങളിൽ നിന്ന് നീക്കം ചെയ്തു. തൃശൂരിൽ വിമതനായി പത്രിക നൽകിയ ജയപ്രകാശ് പൂവത്തിങ്കലിനെ അനുനയിപ്പിക്കാൻ കോൺഗ്രസ് ശ്രമം. ജയപ്രകാശുമായി ആശയവിനിമയം നടത്തി DCC KPCC ഭാരവാഹികൾ. തൃശൂരിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥി മത്സരരംഗത്തുണ്ടായിരുന്ന BJP മുൻ ജില്ലാ പ്രസിഡന്റ് ശ്രീശൻ അടിയാട്ട് പിൻവാങ്ങി. രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴി തുറന്ന CPM BJP ഡീൽ ആരോപണം. BJP CPM സഖ്യമുള്ള 10 സീറ്റുകളിൽ UDF പ്രത്യേകമായി ശ്രദ്ധിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പ്രതിപക്ഷ നേതാവ് കള്ളപ്രചരണം നടത്തുന്നുവെന്ന് NP ഉപാധ്യക്ഷൻ AN രാധാകൃഷ്ണൻ. 63ാമത് തൃശൂർ പൂരം പ്രദർശനത്തിന് തേക്കിൻകാട് മൈതാനിയിൽ തുടക്കം. പ്രദർശനത്തിൽ സജ്ജമാകുന്നത് 180-ൽ പരം സ്റ്റാളുകളും 70-ലധികം പവലിയനുകളും. പാചകവാതക പൈപ്പ് ലൈനിൽ ചോർച്ചയുണ്ടായ മടവാക്കരയിൽ നിന്നും വീടൊഴിഞ്ഞു പോകേണ്ടി വന്നവർക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകുമെന്ന് കമ്പനി അധികൃതർ. പ്രദേശവാസികൾക്ക് വീടുകളിലേക്ക് മടങ്ങാനുള്ള അനുമതി. വാർത്തകൾ വിശദമായി. വിവാദ പരാമർശത്തിൽ ഗുരുവായൂരിലെ BJP സ്ഥാനാർത്ഥി B ഗോപാലകൃഷ്ണനെതിരെ കേസെടുത്തു. പരാതിയുടെ അടിസ്ഥാനത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രത്തൻ യു കേൽക്കറുടെ നിർദ്ദേശപ്രകാരം തൃശൂർ ജില്ലാ കളക്ടറാണ് നടപടിയെടുത്തത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിശ്ചയിച്ച മാതൃകാ പെരുമാറ്റച്ചട്ടത്തിലെ വ്യവസ്ഥകൾ പ്രകാരമാണ് പരാതിയിൽ കേസെടുക്കാൻ നിർദ്ദേശിച്ചത്. തുടർന്ന് ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം വിവാദ വീഡിയോ സാമൂഹിക മാധ്യമങ്ങളിൽ നിന്ന് നീക്കം ചെയ്തു. ഗുരുവായൂരിൽ ഹിന്ദു MLA വരണമെന്നായിരുന്നു ഗോപാലകൃഷ്ണന്റെ വിവാദ പരാമർശം. താൻ നടത്തിയ പരാമർശത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് ഗുരുവായൂരിലെ BJP സ്ഥാനാർത്ഥി B ഗോപാലകൃഷ്ണൻ. താൻ വർഗീയ പരാമർശമല്ല നടത്തിയത്, ഗുരുവായൂരിലെ സാധാരണ വോട്ടർമാർ ഉയർത്തുന്ന ചോദ്യങ്ങൾ ആവർത്തിക്കുകയാണ് ചെയ്തതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. തനിക്കെതിരെ കേസെടുക്കാൻ ശ്രമിക്കുന്നവർക്ക് അത് തുടരാം, തന്നെ നിശബ്ദനാക്കാൻ ആർക്കും കഴിയില്ലെന്ന് B ഗോപാലകൃഷ്ണൻ. തൃശൂരിൽ വിമതനായി പത്രിക നൽകിയ ജയപ്രകാശ് പൂവത്തിങ്കലിനെ അനുനയിപ്പിക്കാൻ കോൺഗ്രസ് ശ്രമം. ജയപ്രകാശുമായി DCC KPCC ഭാരവാഹികൾ ആശയവിനിമയം നടത്തി. ജില്ലയിലെ കോൺഗ്രസിലെ പ്രമുഖ പദവികൾ ഒരു വിഭാഗം മാത്രമായി കൈയടക്കി വെക്കുന്നുവെന്നാണ് ജയപ്രകാശ് പൂവത്തിങ്കലിന്റെ ആരോപണം. തുടർന്നാണ് വിമത സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശ പത്രിക നൽകിയത്. മേയർ, DCC പ്രസിഡന്റ്, തൃശൂർ, ഒല്ലൂർ MLA സ്ഥാനാർത്ഥികൾ തുടങ്ങിയവ ഒരു വിഭാഗത്തിൽ നിന്നുള്ളവർക്ക് മാത്രമാക്കി പാർട്ടി മതേതര നിലപാട് കൈവെടിയുന്നുവെന്നാണ് വിമത സ്ഥാനാർത്ഥിയാകാൻ കാരണമെന്ന് ജയപ്രകാശ് പൂവത്തിങ്കൽ പറഞ്ഞു. തൃശൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ കീ പോസ്റ്റുകൾ മുഴുവൻ ഒരു വിഭാഗം ആളുകൾ ഹൈജാക്ക് ചെയ്തിരിക്കുകയാണ് വർഷങ്ങളായിട്ട്. ഇപ്പോൾ തൃശ്ശൂർ കോർപ്പറേഷൻ മേയർ, അതുപോലെ തന്നെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ്, അതുപോലെ തന്നെ ഇപ്പോൾ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ, തൃശ്ശൂരിൽ തന്നെ പ്രത്യേകിച്ച് സ്ഥാനാർത്ഥി, അതുപോലെ തന്നെ KPCC ഭാരവാഹികൾ, ഇതെല്ലാം ഒരു വിഭാഗം കീ പോസ്റ്റ് കൈയടക്കിയിരിക്കുകയാണ്. അതിനെതിരെയാണ് ഞാൻ ഇപ്പോൾ നോമിനേഷൻ തന്നെ കൊടുത്തിരിക്കുന്നത്. KPCC DCC ചർച്ചയ്ക്ക് വിളിക്കും. ചർച്ച ചെയ്ത് ഇതിന് ഒരു പരിഹാരം കണ്ടില്ലെങ്കിൽ 26-ാം തീയതി ഞാൻ പുതിയൊരു തീരുമാനവുമായി മുന്നോട്ട് പോകും. ഇക്കാര്യം DCC KPCC ഭാരവാഹികളോട് ഉന്നയിച്ചിരുന്നുവെങ്കിലും പരിഗണിക്കപ്പെട്ടിരുന്നില്ല. സ്ഥാനാർത്ഥിയാകാനുള്ള തീരുമാനത്തെ തുടർന്ന് DCC KPCC ഭാരവാഹികൾ വിഷയം ചർച്ച ചെയ്യാമെന്ന് അറിയിച്ചിട്ടുണ്ടെന്നും പരിഹാര നടപടികൾക്ക് ഉറപ്പ് ലഭിച്ചാൽ മത്സരിക്കുന്നതിൽ നിന്ന് പിൻവാങ്ങുമെന്നും ജയപ്രകാശ് പൂവത്തിങ്കൽ പറഞ്ഞു. ചർച്ചയ്ക്ക് വിളിച്ച് ചർച്ച തയ്യാറാവുകയാണെങ്കിൽ ഈ പ്രശ്നം പെട്ടെന്ന് പരിഹരിക്കാൻ സാധിക്കും. ചർച്ചയില്ലെങ്കിൽ ഇതുപോലെ മുന്നോട്ട് പോകാനും സാധിക്കും. ഞാൻ ഒരു പാർട്ടിയിലും ചേരില്ല. കോൺഗ്രസിന്റെ സജീവ മെമ്പർഷിപ്പ് ഇപ്പം ഉണ്ട്. അതിൽ തന്നെ തുടരാനാണ് ആഗ്രഹിക്കുന്നത്. കോൺഗ്രസിന്റെ ഉള്ളിൽ ഒരു പുതിയതല്ല, പഴയ വിപ്ലവം ഇപ്പോഴും കാത്തു സൂക്ഷിക്കണം. അതിനു വേണ്ടിയാണ് ഞാൻ പടപൊരുതി ഇറങ്ങിയിട്ടുള്ളത്. പല
ആളുകളും എന്നെ വിളിച്ച് കോൺഗ്രസിൻ്റെ നേതാക്കളായാലും അണികളായാലും ഈ ആക്ഷേപം പറഞ്ഞപ്പോൾ അവർക്ക് മുന്നോട്ട് വരാൻ പേടി കാരണമാണ്, ഇതൊന്നും പറയുവാനുള്ള ചങ്കൂറ്റില്ലാത്ത കാരണമാണ് ഞാൻ ഇതിന് നേതൃത്വം നൽകിയത്. അല്ലാതെ വേറെ ഒരു വിമതനായി മത്സരിച്ച് വലിയ ആളാകുവാനോ പേരെടുക്കുവാനോ അല്ല. അത് 26-ാം തീയതി ഇതിന് മറുപടി ഇല്ലെങ്കിൽ തീരുമാനിക്കാം. ഇപ്പോൾ അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. ICC KPCC നേതൃത്വം എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് വേണ്ടത് രീതിയിൽ പരിഹരിക്കാമെന്ന്. അത് കണ്ടിട്ട് ഞാൻ പിന്നീട് മറുപടി പറയാം. 4 പതിറ്റാണ്ട് പ്രവർത്തന പാരമ്പര്യമുള്ള 58-കാരനായ ജയപ്രകാശ് KSU ജില്ലാ സെക്രട്ടറി, യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട്. കോർപ്പറേഷനിൽ 2 തവണ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായിരുന്നു. TCV ന്യൂസ്, തൃശൂർ. തൃശൂർ മണ്ഡലത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സര രംഗത്തുണ്ടായിരുന്ന BJP മുൻ ജില്ലാ പ്രസിഡന്റ് ശ്രീശൻ അടിയാട്ട് പിൻവാങ്ങിയതായി NDA സ്ഥാനാർത്ഥി പത്മജ വേണുഗോപാൽ അറിയിച്ചു. BJPയോടുള്ള അച്ചടക്കപൂർണമായ സമീപനമാണ് ശ്രീശൻ ഇപ്പോൾ തെളിയിച്ചിരിക്കുന്നതെന്ന് പത്മജ ഫേസ്ബുക്ക് കുറിപ്പിൽ പറഞ്ഞു. തൃശൂരിൽ BJP ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകുന്നതിന്റെ ദൃഷ്ടാന്തമാണിത്. വരും ദിവസങ്ങളിൽ ശ്രീശൻ അടിയാട്ട് BJPക്കായി പ്രചരണ രംഗത്തിറങ്ങുമെന്ന് പത്മജ വ്യക്തമാക്കി. പാലക്കാട് ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ CPM BJP ഡീലുണ്ടെന്ന ആരോപണം ആവർത്തിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പാലക്കാട് ദുർബലനായ സ്ഥാനാർത്ഥിയെ നിർത്തി UDF വോട്ടുകൾ ഭിന്നിപ്പിക്കാനാണ് CPM ശ്രമിക്കുന്നത്. അതിന് പകരമായി ഇവർ തമ്മിൽ കച്ചവടമുണ്ട്. BJP CPM സഖ്യമുള്ള 10 സീറ്റുകളിൽ UDF പ്രത്യേകമായി ശ്രദ്ധിക്കും. ആ 10 സീറ്റുകളിലും CPM ദുർബലമായ അവസ്ഥയിലായതുകൊണ്ട് BJPയെ ജയിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്നും VD സതീശൻ ആരോപിച്ചു. BJP LDF സഖ്യം എന്നത് പ്രതിപക്ഷ നേതാവിന്റെ കള്ളപ്രചരണമാണെന്ന് NDA ഉപാധ്യക്ഷൻ AN രാധാകൃഷ്ണൻ. നിരവധി BJP പ്രവർത്തകരെ കൊലപ്പെടുത്തിയ CPMുമായി BJP സഖ്യത്തിലാണെന്ന് പറയുന്ന VD സതീശൻ ഏത് ലോകത്താണ് ജീവിക്കുന്നതെന്നും AN രാധാകൃഷ്ണൻ ചോദിച്ചു. തൃശൂരിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. LDF സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരത്തിൽ ജനങ്ങൾ ബദലായി കാണുന്നത് വികസനത്തിന്റെ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന NDA ആണെന്നും AN രാധാകൃഷ്ണൻ കൂട്ടിച്ചേർത്തു. നിങ്ങളോട് ഗംഭീര ചർച്ച. കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിൽ LDF UDF സഖ്യം കേരളത്തിൽ കള്ളപ്രചരണം നടത്തുകയാണ്. ഇന്ത്യയിൽ എല്ലാ സംസ്ഥാനങ്ങളിലും പ്രത്യക്ഷമായി കേരളമൊഴികെ എല്ലാ സംസ്ഥാനങ്ങളിലും LDF UDF സഖ്യമാണ്. ആ ഇന്ത്യ സഖ്യത്തിൻ്റെ പേരിൽ ഇന്ത്യയിൽ എല്ലാ സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പിൽ ഒന്നായിട്ട് മത്സരിക്കുന്നു, ഒന്നായിട്ട് പ്രചരണം നടത്തുന്നു. ആഴ്ചയിൽ 2, 3, 4 പ്രാവശ്യം ഡൽഹിയിൽ അത്താഴ വിരുന്ന് നടത്തുന്നു. അതിനുശേഷം കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെതിരായി ഉയർന്നു വന്നിട്ടുള്ള വലിയ ഭരണവിരുദ്ധ വികാരം, അതിന് ബദലായി UDF സംവിധാനത്തെ ജനങ്ങൾ കാണാത്ത സാഹചര്യത്തിൽ വികസനോന്മുഖമായ ഒരു കേരളത്തിനു വേണ്ടി, ഒരു ഡബിൾ എഞ്ചിൻ സർക്കാർ ഉണ്ടാകുന്നതിനു വേണ്ടി കേരളത്തിലെ സാമാന്യ ജനങ്ങളുടെ ഇടയിൽ ഉണ്ടായിട്ടുള്ള അത്ഭുതകരമായ മാറ്റം, ആ മാറ്റം കേരളത്തിൽ പ്രകടമായി കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ശ്രീമാൻ VD സതീശനും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ B ടീമായ CPMും ചേർന്ന് കേരളത്തിൽ കള്ളപ്രചരണം നടത്തുകയാണ്. ശ്രീമാൻ VD സതീശൻ പറയുന്നത് BJPയും CPMും തമ്മിൽ സഖ്യത്തിലാണ് എന്നാണ്. അയാൾ ഏത് ലോകത്താണ് ജീവിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഞങ്ങളുടെ 100 കണക്കിന് പ്രവർത്തകന്മാരെ കൊലപ്പെടുത്തിയ പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി. ഒരു തരത്തിലും അവരുമായി ഞങ്ങൾക്ക് സന്ധി ചെയ്യാൻ കഴിയാത്ത രീതിയിലാണ് ഞങ്ങളൊക്കെ തമ്മിലുള്ള ബന്ധങ്ങൾ. ആ സമയത്ത് കള്ളപ്രചരണം നടത്തുന്ന VD സതീശനോട് വളരെ സ്നേഹബഹുമാനങ്ങൾ നിലനിർത്തിക്കൊണ്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, 2016 ശ്രീമാൻ K മുരളീധരൻ വട്ടിയൂർക്കാവിൽ 37% വോട്ട് നേടി വിജയിച്ചിട്ടുള്ള ആളാണ്. 2021 വട്ടിയൂർക്കാവിൽ 25% മാറി. ആ 25% മാറിയതിൽ ബാക്കി വോട്ട് പ്രതിപക്ഷ നേതാവിൻ്റെ പാർട്ടി ആർക്കാണ് കൊടുത്തത്? അറിയാൻ ജനങ്ങൾക്ക് താല്പര്യമുണ്ട്. ആരായിട്ടാണ് ഡീല് നടത്തിയത്? കാരണം തിരുവനന്തപുരം പാർലമെന്റ് നിയോജക മണ്ഡലത്തിലും ആറ്റിങ്ങൽ പാർലമെന്റ് നിയോജക മണ്ഡലത്തിലും പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ BJP നേടിയ അത്ഭുതകരമായ വിജയം, ആ വിജയത്തെ മുന്നിൽ കണ്ടുകൊണ്ടാണ് തിരുവനന്തപുരത്ത് വിത്തെടുത്ത് ഭക്ഷിക്കുന്ന രീതിയാണ് UDF മുന്നോട്ട് കൊണ്ടുപോയത്. സ്വയം ആത്മഹത്യയായിരുന്നു. LDF UDF സഖ്യത്തിന്റെ ഭാഗമായി അവിടെയുള്ള 14 അസംബ്ലി നിയോജക മണ്ഡലത്തിൽ 2021 LDFന് 13 സീറ്റും UDFന് 1 സീറ്റുമായി. ഞങ്ങളെ കൊല്ലാൻ വേണ്ടി അല്ലെങ്കിൽ BJPയെ തകർക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനമാണ്.
63ാമത് തൃശൂർ പൂരം പ്രദർശനത്തിന് തേക്കിൻകാട് മൈതാനിയിൽ തുടക്കം. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം നിർവഹിച്ചു. പൂരം നടന്നു തീരാത്ത ആഘോഷമാണെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു. ഏപ്രിൽ 26-നാണ് പൂരം ആഘോഷിക്കുന്നതെങ്കിലും അതിനു മുമ്പ് വോട്ടിംഗിലൂടെയുള്ള ജനാധിപത്യത്തിന്റെ പൂരാഘോഷം തുടങ്ങിയെന്നും സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു. പശ്ചിമേഷ്യയിലെ സമാധാനത്തിനു വേണ്ടിയുള്ള പ്രാർത്ഥന കൂടിയാകണം പൂരാഘോഷങ്ങളുടെ ചടങ്ങുകളെന്നും മന്ത്രി പറഞ്ഞു. മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ അധ്യക്ഷത വഹിച്ചു. തൃശൂർ പൂരം പ്രദർശന കമ്മിറ്റി പ്രസിഡന്റ് എ ജയചന്ദ്രൻ, കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ രവീന്ദ്രൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ്, കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ എ പ്രസാദ്, പ്രതിപക്ഷ നേതാവ് TR ഹിരൺ, കൗൺസിലർമാരായ പൂർണിമ സുരേഷ്, രേഷ്മ മേനോൻ, ജോയ് ബാസ്റ്റ്യൻ, പാറമേക്കാവ് ദേവസ്വം പ്രസിഡന്റ് ഡോക്ടർ M ബാലഗോപാൽ, സെക്രട്ടറി G രാജേഷ്, തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റ് കേണൽ PRN രവി, സെക്രട്ടറി K ഗിരീഷ് കുമാർ, എക്സിബിഷൻ കമ്മിറ്റി സെക്രട്ടറി K ദിലീപ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. 150-ൽ പരം സ്റ്റാളുകളും 70-ലധികം പവലിയനുകളുമാണ് ഈ വർഷം പൂരനഗരിയിൽ സജ്ജമായി വരുന്നത്. സൂപ്പർ റിയാലിറ്റി 5D ഡോം തിയേറ്റർ ഇത്തവണത്തെ പ്രത്യേക ആകർഷണമാണ്. സാധാരണ ദിവസങ്ങളിൽ പ്രവേശന ടിക്കറ്റിന് 50 രൂപയും പൂരത്തിന്റെ 3 ദിവസങ്ങളിൽ 60 രൂപയുമാണ് പ്രവേശന നിരക്ക്. TCV തൃശൂർ. ഇടവേള. Ceramic Center, tiles, bath fittings, sanitary ware, wallpaper, wooden and SPC flooring, variety range of kitchen sinks, all in one roof. Ceramic Center. ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ മൊറോക്കൻ ആത്തുക്കുടി ടൈൽസിന്റെ വിപുലമായ ശേഖരം. ഇവയെല്ലാം വേൾഡിലെ ടോപ്പ് ബ്രാൻഡിനൊപ്പം ബ്യൂട്ടിഫുൾ ഡിസൈനോട് കൂടി 40 വർഷത്തെ എക്സ്പീരിയൻസും വെൽ ട്രെയിൻഡ് സ്റ്റാഫുമുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഷോറൂം സെറാമിക് സെന്റർ. വിസിറ്റ് അവർ ഷോറൂം, എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. സെറാമിക് സെന്റർ, ശങ്കരായ റോഡ്, നിയർ വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. അഭിനയിക്കുമ്പോഴെങ്കിലും കുറച്ച് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കടാ. ഓ, ഈ സാറന്നെ ഫുള്ളി നാച്ചുറലാ? ആടാ, ഫുള്ളി നാച്ചുറലാ. ഹരിത പേസ്റ്റ് നാച്ചുറൽ, ഹരിത സോപ്പ് ഇതും നാച്ചുറൽ. ഇത് ലതിക പേസ്റ്റ്, ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ. അപ്പക്കുട്ടനുണ്ട് ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം, ശരിക്കും നാച്ചുറൽ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. വാർത്തകൾ തുടരുന്നു. മടവാക്കരയിലെ പാചകവാതക പൈപ്പ് ലൈനിൽ ചോർച്ച കണ്ടെത്തിയ ഉടനെ അധികൃതരുടെ നിർദ്ദേശപ്രകാരം വീട് ഒഴിഞ്ഞു പോകേണ്ടി വന്നവർക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകുമെന്ന് കൊച്ചി സേലം പൈപ്പ് ലൈൻ കമ്പനി അധികൃതർ അറിയിച്ചു. മടവാക്കരയിൽ ചേർന്ന നാട്ടുകാരുടെ യോഗത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. KSPPL കമ്പനി HR മാനേജർ ശെൽവരാജ്, IOC ടെക്നിക്കൽ വിഭാഗത്തിലെ ലെനീഷ് എന്നിവരാണ് നാട്ടുകാരുമായി സംസാരിച്ചത്. നെന്മണിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VT വിജയലക്ഷ്മി, വൈസ് പ്രസിഡന്റ് KR സുരേഷ്, പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു. പൈപ്പ് ലൈനിലെ തകരാർ പരിഹരിച്ച് വീടുകളിലേക്ക് മടങ്ങിപ്പോകാൻ അനുവദിക്കണമെന്ന നാട്ടുകാരുടെ ആവശ്യം കമ്പനി അംഗീകരിച്ചു. പൈപ്പ് ലൈനിലെ വാതകം ഒരു വശത്തേക്ക് പൂർണ്ണമായി മാറ്റിക്കഴിഞ്ഞതിനാൽ വീടുകളിലേക്ക് മടങ്ങിപ്പോകുന്നതിന് സുരക്ഷാ പ്രശ്നങ്ങളില്ലെന്ന് കമ്പനി അധികൃതർ വ്യക്തമാക്കി. വീട് വിടേണ്ടി വന്നത് മൂലം നഷ്ടം സംഭവിച്ചവർക്ക് അടിയന്തര സഹായം എന്ന നിലയിലാണ് കമ്പനി നഷ്ടപരിഹാരം നൽകുന്നത്. വീട് പൂട്ടിയിടേണ്ടി വന്നവർക്കും കച്ചവട സ്ഥാപനങ്ങൾ അടച്ചിടേണ്ടി വന്നവർക്കും വളർത്തുമൃഗങ്ങളെയും കന്നുകാലികളെയും നഷ്ടപ്പെട്ടവർക്കും നഷ്ടപരിഹാരം നൽകുന്നതിന് ജില്ലാ ദുരന്ത നിവാരണ വകുപ്പ് അധികൃതരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. മണലി മടവാക്കര പ്രദേശത്തെ 18 കുടുംബങ്ങളാണ് വാതക ചോർച്ചയെ തുടർന്ന് വീട് ഒഴിഞ്ഞത്. അടിയന്തര സാഹചര്യം കണക്കിലെടുത്ത് അവശ്യ സാധനങ്ങൾ പോലും എടുക്കാതെ വിവിധ ഇടങ്ങളിലുള്ള ബന്ധുവീടുകളിലേക്കാണ് പലരും മാറിയത്. കുട്ടികളുടെ വിദ്യാഭ്യാസവും ദൈനംദിന ജീവിതവും താളം തെറ്റിയ നിലയിലായിരുന്നു. TCV പുതുക്കാട്. ഭക്തിസാന്ദ്രമായി പാലയൂർ മഹാതീർത്ഥാടനം. തൃശൂർ ലൂർദ് കത്തീഡ്രൽ ദേവാലയത്തിൽ മാർ ആൻഡ്രൂസ് താഴത്ത് പേപ്പൽ പതാക കൈമാറി പദയാത്രയ്ക്ക് തുടക്കം കുറിച്ചു. 1ാം ഘട്ട പദയാത്ര 11 മണിയോടെ പാലയൂരിൽ എത്തിച്ചേർന്നു. ഫാദർ ഡേവിഡ് കണ്ണമ്പുഴ പതാക ഏറ്റുവാങ്ങി. തുടർന്ന് അതിരൂപതയുടെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും ഉപപദയാത്രകൾ പാലയൂരിലേക്ക് എത്തിച്ചേർന്നു. 2ാം ഘട്ട പദയാത്ര പാവറട്ടി തീർത്ഥകേന്ദ്രത്തിൽ നിന്നാണ് ആരംഭിച്ചത്. അതിരൂപത സഹായമെത്രാൻമാർ ടോണി നീലങ്കാവിൽ, പാവറട്ടി തീർത്ഥകേന്ദ്രം റക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരിക്ക് പേപ്പൽ പതാക കൈമാറി പദയാത്രയ്ക്ക് തുടക്കം കുറിച്ചു. അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് കോനിക്കരയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ദിവ്യബലി നടന്നു. പാസ്റ്റർ കൌൺസിൽ സെക്രട്ടറി ജോഷി വടക്കൻ, PRO ജോർജ് ചിറമൽ, സാന്ത്വനം വൈസ് ചെയർമാൻ AA ആന്റണി, തീർത്ഥകേന്ദ്രം അസിസ്റ്റന്റ് വികാരി ഫാദർ ഫ്രാങ്കോ ഫ്രോണീസ്, ഫാദർ അമൽ ചാഴൂർ എന്നിവർ 2ാം ഘട്ട പദയാത്രയ്ക്ക് നേതൃത്വം നൽകി. വൈകിട്ട് പാലയൂരിൽ നടന്ന പൊതുസമ്മേളനം CBCI പ്രസിഡന്റ് കർദിനാൾ പുല അന്തോണി ഉദ്ഘാടനം ചെയ്തു. ആന്റണി പോലെ
കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ ഭരണി മഹോത്സവത്തിന് സമാപനം കുറിച്ച് ക്ഷേത്രാങ്കണത്തിൽ പട്ടാരി സമുദായക്കാർ വെന്നിക്കൊടി നാട്ടി കുമ്പളങ്ങ ബലിയർപ്പിച്ചു. പുലർച്ചെ കിഴക്കേ നടയിലെ പള്ളിമാടത്തിൽ നെറ്റിപ്പട്ടം വിരിച്ച് ഓട്ടുകിണ്ടിയും വാൽക്കണ്ണാടിയും വെച്ച് ദേവിയെ സങ്കല്പിച്ചിരുത്തി വരിയേരി പായസം നിവേദിച്ചു. ദാരിക നിഗ്രഹത്തിനിടയിൽ പരിക്കേറ്റ ദേവി പാലക്കുവേലൻ നിർദ്ദേശിച്ച ചികിത്സയ്ക്ക് ശേഷം ഭക്തർക്ക് ദർശനം നൽകുന്നതാണ് ചടങ്ങ്. തുടർന്ന് മൂത്താശ്ശേരി ചെത്തിമിനുക്കിയ അടയ്ക്കാമരത്തടിയിൽ പട്ടാരി സമുദായം വെന്നിക്കൊടി ഉയർത്തി. പിന്നീട് കോഴിക്കല്ലിൽ കുമ്പളങ്ങ മുറിച്ച് ഗുരുതി സമർപ്പിച്ചതോടെയാണ് ഭരണയാഘോഷ ചടങ്ങുകൾക്ക് സമാപനമായത്. കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ കാവുതീണ്ടലിന്റെ തിരക്കിൽപ്പെട്ട് കോമരം കുഴഞ്ഞുവീണ് മരിച്ചു. ഊരകം സ്വദേശിനി ചെറുവത്തൂർ പണിയിൽ വീട്ടിൽ 67 വയസ്സുള്ള രാധമ്മയാണ് മരിച്ചത്. ശനിയാഴ്ച കാവുതീണ്ടൽ സമയത്ത് തിരക്കിനിടയിൽ ഇവർ കുഴഞ്ഞു വീഴുകയായിരുന്നു. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ശനിയാഴ്ച അന്തരിച്ച കൊടുങ്ങല്ലൂർ വലിയ തമ്പുരാൻ പുത്തൻകോവിലകം കുഞ്ഞുണ്ണി രാജയ്ക്ക് നാടുവിട നൽകി. കൊടുങ്ങല്ലൂർ ശൃംഗപുരത്തുള്ള പുത്തൻകോവിലിനകത്തായിരുന്നു സംസ്കാരം. അനന്തരവൻ മനോജ് വർമ്മ ചിതയ്ക്ക് തീ കൊളുത്തി. സമൂഹത്തിന്റെ നാനാതുറകളിലുള്ളവർ അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തി. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കു വേണ്ടി റവന്യൂ ഉദ്യോഗസ്ഥർ റീത്ത് സമർപ്പിച്ചു. കൊടുങ്ങല്ലൂർ വലിയ തമ്പുരാനായി ചിറക്കൽ കോവിലകം ചന്ദ്രമോഹനൻ രാജ സ്ഥാനമേൽക്കും. കുഞ്ഞുണ്ണി രാജയുടെ മരണാനന്തര ചടങ്ങുകൾക്കു ശേഷം തൃക്കുലശേഖരപുരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെത്തി വാതിൽ കാപ്പവർ സന്നിധിയിൽ അരിയും മഞ്ഞൾപ്പൊടിയും പുഷ്പവും നാണയവും സമർപ്പിച്ച് വലിയ തമ്പുരാന്റെ അധികാര ദണ്ഡേറ്റെടുക്കും. പടാക്കുളം ഊഴവത്ത് അയ്യപ്പൻകാവ് ക്ഷേത്രത്തിലും ശൃംഗപുരം ശിവക്ഷേത്രത്തിലും ദർശനം നടത്തിയ ശേഷം ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെത്തും. ശ്രീകോവിലിന്റെ പടിഞ്ഞാറേ നട തുറന്ന് ദർശനം നടത്തി നെയ്ക്കിണ്ടി സമർപ്പിക്കുന്നതോടെ വലിയ തമ്പുരാന്റെ സ്ഥാനമേറ്റെടുക്കൽ പൂർത്തിയാകും. ആരോഗ്യമേഖലയെ തകർക്കാനാണ് ബിജെപിയും കോൺഗ്രസും ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നതെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പി കെ ബിജു. കൊടുങ്ങല്ലൂരിലെ LDF സ്ഥാനാർത്ഥി VR സുനിൽകുമാറിന്റെ തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ മാളയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സിപിഎം ജില്ലാ കമ്മിറ്റി അംഗം M രാജേഷ് അധ്യക്ഷനായി. CPI ജില്ലാ സെക്രട്ടറി KG ശിവാനന്ദൻ, CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ഡേവിസ്, TK സന്തോഷ്, KV വസന്തകുമാർ, KC വർഗീസ്, ബിനിൽ പ്രതാപൻ എന്നിവർ സംസാരിച്ചു. ഇടവേള. കേരള വസ്ത്രാലയം പട്ടാമ്പി റോഡ് കുന്നംകുളം, ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം. ഏവർക്കും കേരള വസ്ത്രാലയത്തിന്റെ പെരുന്നാൾ ആശംസകൾ. കേരള വസ്ത്രാലയം പട്ടാമ്പി റോഡ് കുന്നംകുളം, ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരമുണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകളിലേക്ക് വീണ്ടും. LDF തൃശൂർ നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ റീജിയണൽ തിയേറ്ററിൽ നടന്നു. CPI ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം പ്രകാശ് ബാബു ഉദ്ഘാടനം ചെയ്തു. MK കണ്ണൻ അധ്യക്ഷത വഹിച്ചു. CPM കേന്ദ്ര കമ്മിറ്റി അംഗം പൂത്തലത്ത് ദിനേശൻ, അഡ്വക്കേറ്റ് VS സുനിൽകുമാർ, P ബാലചന്ദ്രൻ MLA, K രവീന്ദ്രൻ, അനൂപ് ഡേവിസ് കാട, ജെയിംസ് മുട്ടിക്കൽ, CR വത്സൻ, സ്ഥാനാർത്ഥി ആലങ്കോട് ലീലാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. LDF സ്ഥാനാർത്ഥി ഗീത ഗോപിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി ചാഴൂർ പഞ്ചായത്ത് കൺവെൻഷൻ ചേർന്നു. VS സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. KM ജയദേവൻ അധ്യക്ഷനായി. നേതാക്കളായ TB ഷാജി, KS മോഹൻദാസ്, KJ രാജേന്ദ്രബാബു, ഷീല വിജയകുമാർ, NG ജയരാജ് എന്നിവർ സംസാരിച്ചു.
പുതുക്കാട് മണ്ഡലം UDF കൺവെൻഷൻ ആമ്പല്ലൂരിൽ ചേർന്നു. ബെന്നി ബെഹന്നാൻ MP ഉദ്ഘാടനം ചെയ്തു. UDF മണ്ഡലം ചെയർമാൻ KL ജോസ് അധ്യക്ഷത വഹിച്ചു. സ്ഥാനാർത്ഥി KM ബാബുരാജ്, DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്, മുൻ MLA MK പോൾസൺ, നേതാക്കളായ MP വിൻസെന്റ്, ജോസ് വള്ളൂർ, KV ദാസൻ, MP പോളി, സുനിൽ അന്തിക്കാട് എന്നിവർ സംസാരിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ 2 ആഴ്ചയെ തുടരുന്ന പാചകവാതക ക്ഷാമം അതിരൂക്ഷമാകുന്നു. സംസ്ഥാനങ്ങൾക്കുള്ള സിലിണ്ടർ വിഹിതം കേന്ദ്ര സർക്കാർ 20% കൂട്ടിയത് ഏത് രീതിയിൽ ഫലം കാണുമെന്നതാണ് വരും ദിവസങ്ങളിലെ ആകാംക്ഷ. ഹോട്ടലുകൾ പലതും ഇപ്പോഴും പൂട്ടിയ നിലയിലാണ്. പല ഹോട്ടലുകളിലും മെനു വെട്ടിച്ചുരുക്കിയിരിക്കുകയാണ്. അതേസമയം സിലിണ്ടർ വിഹിതം വർദ്ധിപ്പിച്ച തീരുമാനം വന്നതോടെ തിങ്കളാഴ്ച നടത്താനിരുന്ന പ്രതിഷേധം ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ മാറ്റിവെച്ചു. ദേശീയപാത കൊമ്പഴയിൽ ഇരുചക്രവാഹനങ്ങൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. കൊമ്പഴ മുണ്ടേക്കാട്ടിൽ വീട്ടിൽ സണ്ണിയുടെ മകൻ 28 വയസ്സുള്ള ഫെബിനാണ് മരിച്ചത്. ശനിയാഴ്ച രാത്രി 10 മണിയോടെയാണ് അപകടം. പാലക്കാട് ഭാഗത്തേക്കുള്ള സർവീസ് റോഡിൽ വെച്ച് ഫെബിൻ സഞ്ചരിച്ച വാഹനം മറ്റൊരു ഇരുചക്രവാഹനവുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ ഫെബിൻ ജൂബിലി മിഷൻ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ വാണിയമ്പാറ കണ്ണൻചിനേത്ത് രാജീവ് ചികിത്സയിൽ തുടരുകയാണ്. ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ ആഭിമുഖ്യത്തിൽ കേരള യുണൈറ്റഡ് FC സംഘടിപ്പിക്കുന്ന ഇന്ത്യൻ വിമൻസ് ലീഗ് ഫുട്ബോൾ മത്സരങ്ങൾക്ക് തൃശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ തുടക്കം. മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് C സുമേഷ്, കേരള ഫുട്ബോൾ അസോസിയേഷൻ സെക്രട്ടറി ഷാജി കുര്യൻ, കേരള യുണൈറ്റഡ് FC മാനേജിംഗ് ഡയറക്ടർ കറിയ കൊടുവേരി, ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ സെക്രട്ടറി കുര്യൻ മാത്യു, ഇന്ത്യൻ വിമൻസ് ലീഗ് ഓർഗനൈസിംഗ് കമ്മിറ്റി ചെയർമാൻ K ഡെന്നി ജേക്കബ് എന്നിവർ പങ്കെടുത്തു. പ്രമുഖരായ 5 ടീമുകളാണ് ടൂർണമെന്റിൽ പങ്കെടുക്കുന്നത്. ഈ മാസം 30-ന് സമാപിക്കും. പുന്നൂർക്കുളം അണ്ടത്തോട് 68 കിലോ കഞ്ചാവുമായി മധ്യവയസ്കൻ പിടിയിൽ. കോട്ടയം അതിരമ്പുഴ സ്വദേശി ലിൻഡോ ജോസഫിനെ തൃശൂർ സിറ്റി ഡാൻസ് ഓഫ് സ്ക്വാഡാണ് പിടികൂടിയത്. വാഹനത്തിൽ പ്രത്യേക അറ നിർമ്മിച്ചാണ് കഞ്ചാവ് കടത്തിയത്. ഒഡീഷയിൽ നിന്നാണ് കഞ്ചാവ് വിൽപ്പനയ്ക്കെത്തിച്ചത്. കുന്നംകുളം കക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ ഉത്സവത്തിന് തുടക്കം. കലാപരിപാടികളുടെ ഉദ്ഘാടനം കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ നിർവഹിച്ചു. ക്ഷേത്രം പ്രസിഡന്റ് KK സുബിദാസ് അധ്യക്ഷത വഹിച്ചു. പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ, പാണക്കാട് ബഷീർ അലി തങ്ങൾ, സുരൽമാർ ബസേലിയോസ് മെത്രാപ്പോലിത്ത, സ്വാമി നന്ദാത്മജാനന്ദ, മണക്കുളം ദിവാകര രാജ, ക്ഷേത്രം തന്ത്രി വടക്കേടത്ത് നാരായണൻ നമ്പൂതിരി എന്നിവർ സംസാരിച്ചു. ബുധനാഴ്ച രാവിലെ ബ്രഹ്മകലശ അഭിഷേകത്തോടുകൂടി ദ്രവ്യകലശം സമാപിക്കും. സ്വർണ്ണവില. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 13,380 രൂപ, പവന് 1,07,040 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. ഹൃദയം തൊടുന്ന സുവർണ നിമിഷങ്ങൾ. MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. വിവാദ പരാമർശത്തിൽ ഗുരുവായൂരിലെ BJP സ്ഥാനാർത്ഥി B ഗോപാലകൃഷ്ണനെതിരെ കേസെടുത്തു. കേസെടുത്തത് മാതൃകാ പെരുമാറ്റച്ചട്ടത്തിലെ വ്യവസ്ഥകൾ പ്രകാരം. വിവാദ വീഡിയോ സാമൂഹിക മാധ്യമങ്ങളിൽ നിന്ന് നീക്കം ചെയ്തു. തൃശൂരിൽ വിമതനായി പത്രിക നൽകിയ ജയപ്രകാശ് പൂവത്തിങ്കലിനെ അനുനയിപ്പിക്കാൻ കോൺഗ്രസ് ശ്രമം. ജയപ്രകാശുമായി ആശയവിനിമയം നടത്തി DCC KPCC ഭാരവാഹികൾ. തൃശൂരിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സര രംഗത്തുണ്ടായിരുന്ന BJP മുൻ ജില്ലാ പ്രസിഡന്റ് ശ്രീശൻ അടിയാട്ട് പിൻവാങ്ങി.
രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴി തുറന്ന് CPM BJP ഡീൽ ആരോപണം. BJP CPM സഖ്യമുള്ള 10 സീറ്റുകളിൽ UDF പ്രത്യേകമായി ശ്രദ്ധിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പ്രതിപക്ഷ നേതാവ് കള്ളപ്രചരണം നടത്തുന്നുവെന്ന് ND ഉപാധ്യക്ഷൻ AN രാധാകൃഷ്ണൻ. 63ാമത് തൃശൂർ പൂരം പ്രദർശനത്തിന് തേക്കിൻകാട് മൈതാനയിൽ തുടക്കം. പ്രദർശനത്തിൽ സജ്ജമാകുന്നത് 180ൽ പരം സ്റ്റാളുകളും 70ലധികം പവലിയനുകളും. പാചകവാതക പൈപ്പ് ലൈനിൽ ചോർച്ചയുണ്ടായ മടവാക്കരയിൽ നിന്നും വീട് ഒഴിഞ്ഞു പോകേണ്ടി വന്നവർക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകുമെന്ന് കമ്പനി അധികൃതർ. പ്രദേശവാസികൾക്ക് വീടുകളിലേക്ക് മടങ്ങാൻ അനുമതി. ഈ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.